ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സാപ്പിൽ പുതുതായി വന്നിട്ടുള്ള ചില അപ്ഡേറ്റുകൾ എന്തൊക്കെയെന്നാണ്. ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി എന്നത്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. ബാക്കി പറയാൻ പോകുന്ന അപ്ഡേറ്റുകൾ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. ഞാൻ ഇപ്പോഴാണ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ചില അപ്ഡേറ്റുകൾ ഓൾറെഡി വന്നിട്ടുണ്ടാവും. വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ആ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. വാട്സാപ്പിൽ ഏറ്റവും പുതുതായി വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി എന്നത്. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ചാറ്റ്, സ്റ്റാറ്റസ്, കോൾസ് എന്നതിന് മുൻപിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഐക്കൺ പുതുതായി വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് മുൻപ് അവിടെ ക്യാമറ ഐക്കണായിരുന്നു. ക്യാമറ ഐക്കൺ അവിടെ നിന്നും കുറച്ച് നീങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് പറയാം. ആദ്യം നമുക്ക് വാട്സാപ്പ് കമ്മ്യൂണിറ്റി എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ അത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻട്രൊഡ്യൂസിങ് കമ്മ്യൂണിറ്റീസ് എന്നത് എഴുതിയിട്ടുണ്ട്. അതേപോലെ സ്റ്റാർട്ട് യുവർ കമ്മ്യൂണിറ്റി എന്നത്. ഞാൻ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ സ്റ്റാർട്ട് യുവർ കമ്മ്യൂണിറ്റി എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കമ്മ്യൂണിറ്റി നെയിം. അവിടെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിക്ക് എന്താണോ പേര് കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ 1 2 3 എന്ന് കൊടുക്കുന്നു. ഇനി അതിന് തൊട്ട് താഴെയായിട്ട് കമ്മ്യൂണിറ്റി ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട്, അതായത് കമ്മ്യൂണിറ്റി നെയിമിന് മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ക്യാമറ ഐക്കൺ. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഐക്കൺ കൊടുക്കാൻ പറ്റും. ഞാൻ അതൊന്നും കൊടുക്കുന്നില്ല ഇപ്പോൾ. ഞാനിവിടെ നെക്സ്റ്റ് അടിക്കുന്നു. ഇപ്പോൾ ഇതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് ഗ്രൂപ്പുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഈ കമ്മ്യൂണിറ്റി കൊണ്ടുള്ള മെയിൻ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങൾ അഡ്മിനായിട്ടുള്ള 21 ഗ്രൂപ്പുകൾ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും ആഡ് ഗ്രൂപ്പ്സിന് തൊട്ട് താഴെയായിട്ട് 1 of 21 എന്നത്. അതായത് നിങ്ങൾ അഡ്മിനായിട്ടുള്ള ഗ്രൂപ്പുകൾ 21 ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയും ഓരോ ഗ്രൂപ്പിലും മാക്സിമം മെമ്പേഴ്സ് 512 ആണ്. അങ്ങനെ നോക്കുമ്പോൾ 10,752 ആളുകൾക്ക് നിങ്ങൾക്ക് ഒരേ സമയം ഈ കമ്മ്യൂണിറ്റി ഉപയോഗിച്ചുകൊണ്ട് മെസ്സേജ് അയക്കാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതിൽ തന്നെ ക്രിയേറ്റ് ന്യൂ ഗ്രൂപ്പും കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ആഡ് എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇതിൽ 2 ഗ്രൂപ്പ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി ആഡ് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രൂപ്പുകൾ ഇതുപോലെ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. അതിപ്പോൾ ഓൾറെഡി ആഡ് ആയി കഴിഞ്ഞു. 2 ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം അത് ഓക്കെ കൊടുത്താൽ ആ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി ഞാൻ ബാക്ക് പോകുന്നു. ഇനി നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് മെസ്സേജ് അയക്കുന്നതിന് നിങ്ങൾക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ മെസ്സേജ് അയക്കാൻ പറ്റും. ഇവിടെ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കാൻ പറ്റും. ഞാൻ മെസ്സേജ് ഒന്നും അയക്കുന്നില്ല. ഇതിലൊരുപാട് പേരുണ്ട്, അതുകൊണ്ട് ഞാൻ മെസ്സേജ് ഒന്നും അയക്കുന്നില്ല. അപ്പോൾ കമ്മ്യൂണിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇത് ഡിലീറ്റ് ചെയ്യുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഡീആക്ടിവേറ്റ് കമ്മ്യൂണിറ്റി, ഡീആക്ടിവേറ്റ് കൊടുക്കാം. ഞാനത് ഡീആക്ടിവേറ്റ് ചെയ്തു. ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് ബാക്ക് പോകാം. ഇനി അടുത്ത ഒരു അപ്ഡേറ്റ്, ഇവിടെ അതിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ട്. അത് ഇതേപോലെ ഹോൾഡ് ചെയ്ത് പിടിച്ച് നിങ്ങൾക്ക് ഡിലീറ്റ് കൊടുക്കാം. ഇനി അടുത്ത അപ്ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്യാമറ
ഐക്കൺ ഉള്ള സ്ഥലത്ത് നിന്നും കുറച്ച് മൂവ് ആയിട്ടുണ്ട് എന്ന് ഇപ്പോൾ ക്യാമറ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ സെർച്ച് ചെയ്യുന്നതിന് തൊട്ടടുത്തായിട്ട് ക്യാമറ കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വാട്സാപ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് ഒരുപാട് പേർക്ക് ഒരുമിച്ച് അയക്കണം. മുന്നേ നമ്മൾ എന്താണ് ചെയ്യുക? ആർക്കാണോ അയക്കേണ്ടത് അയാളുടെ കോണ്ടാക്ട്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ക്യാമറ ബട്ടൺ ഓപ്പൺ ആക്കി നമ്മൾ ഫോട്ടോ എടുക്കും, എന്നിട്ട് അത് സെൻഡ് അടിക്കും. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്കതൊരു 4 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്ക് അത് അയക്കണം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി അതേപോലെ തന്നെ ഗാലറിയിലുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അയക്കാൻ പറ്റും. ഞാൻ ഇവിടെ അതിനുവേണ്ടി ക്യാമറ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോ ഇതുപോലെ എടുക്കുന്നു. ഇനി ടിക്ക്, താഴെ കാണുന്ന ടിക്ക് കൊടുക്കുക. ഇനി അതിനുശേഷം നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ അയക്കേണ്ടത് ഇതുപോലെ സെലക്ട് ചെയ്ത് അയക്കാൻ പറ്റും. ഇത് സെൻഡ് കൊടുത്താൽ നിങ്ങൾ സെലക്ട് ചെയ്ത ആളുകൾക്കൊക്കെ സെൻഡ് ആവുന്നതായിരിക്കും. ഞാൻ അയക്കുന്നില്ല ഇതും. ഇനി അടുത്ത അപ്ഡേറ്റ് ഇതിൻ്റെ സെറ്റിങ്സിലാണ്. ലാസ്റ്റ് സീനുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് നേരെ സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിങ്സിൽ വന്നതിന് ശേഷം പ്രൈവസി എന്നത് ക്ലിക്ക് ചെയ്യുക. ഞാനത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. പ്രൈവസി എന്നതിൽ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ. അതായത് മുന്നേ ഇവിടെ ലാസ്റ്റ് സീൻ എന്ന് മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുകയുള്ളൂ. ഇത് വന്നിട്ട് ഈ അപ്ഡേറ്റ് വന്നിട്ട് കുറച്ചായി, ഞാനിപ്പോഴാണ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അതായത് ലാസ്റ്റ് സീൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് ലാസ്റ്റ് സീൻ സെലക്ട് ചെയ്ത് അത് നോബഡി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സെറ്റിങ്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണോ ലാസ്റ്റ് സീൻ ഉണ്ടായിരുന്നത് നിങ്ങൾ സെലക്ട് ചെയ്ത ആൾക്കോ അല്ല എന്നുണ്ടെങ്കിൽ നോബഡി എന്നാണ് കൊടുത്തത് എങ്കിൽ അത് ആർക്കും തന്നെ നിങ്ങൾ എപ്പോഴാണ് ലാസ്റ്റ് സീൻ വന്നത് എന്ന് കാണാൻ പറ്റില്ല. ഇനി അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ആഡ് ആയിട്ടുണ്ട് ഓൺലൈൻ. നിങ്ങൾ ലാസ്റ്റ് സീൻ നോബഡി ആക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഓൺലൈനിൽ ഉണ്ടാകുമ്പോൾ വേറൊരു ആൾക്ക് നിങ്ങൾ ഓൺലൈനിൽ ഉണ്ട് എന്ന് കാണാൻ പറ്റും. ഇനി ഈ ഓൺലൈനും നിങ്ങൾക്ക് ഇതുപോലെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ലാസ്റ്റ് സീൻ പോലെ ആക്കി വെക്കാൻ പറ്റും. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും വോ ക്യാൻ സീ മൈ ലാസ്റ്റ് സീൻ. അത് നോബഡി ആക്കി വെച്ചതിന് ശേഷം അതിന് തൊട്ട് താഴെ ടാബിൽ കാണാൻ പറ്റും വോ ക്യാൻ സീ വെൻ ഐ ആം ഓൺലൈൻ. അത് സെയിം ആസ് ലാസ്റ്റ് സീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോബഡി പോലെ തന്നെ ഇതും ആവുന്നതായിരിക്കും. ഞാൻ അതും അങ്ങനെ ആക്കുന്നില്ല, ബാക്ക് പോകുന്നു. ഇനി അടുത്തത് ഒരു കോളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. നമുക്ക് നോക്കാം. ഞാൻ അതിനുവേണ്ടി ഇവിടെ കോൾസ് എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് കാണാൻ പറ്റും ക്രിയേറ്റ് കോൾ ലിങ്ക് എന്നത്. ഞാൻ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്നു. ഇത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഒരു ഗ്രൂപ്പ് കോളോ അതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ട് കോൾ ചെയ്യാൻ പറ്റും. അതിന് എന്തൊക്കെ സെറ്റിങ്സ് ആണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോൾ ടൈപ്പ് വീഡിയോ ആണോ ഓഡിയോ ആണോ എന്ന് നോക്കണം. കോൾ ടൈപ്പ് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതിലിപ്പോൾ വീഡിയോ ആണുള്ളത്. നിങ്ങൾക്ക് ഓഡിയോ കോൾ മതി എന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് വോയിസ് മാത്രമാക്കുക. ഇനി വീഡിയോ തന്നെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ വീഡിയോ തന്നെ ആക്കുക. ഓക്കെ, അതിന് ശേഷം നിങ്ങൾക്ക് കോപ്പി ലിങ്ക് ഉണ്ട്, സെൻഡ് ലിങ്ക് വയ വാട്സാപ്പ്, അതിന് താഴെയായിട്ട് ഷെയർ ലിങ്കും ഉണ്ട്. ഞാനിപ്പോൾ കോപ്പി ലിങ്ക് അടിക്കുന്നു, അല്ല എന്നുണ്ടെങ്കിൽ സെൻഡ് വയ വാട്സാപ്പ് അടിക്കുന്നു. ഏതും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ സെൻഡ് വയ വാട്സാപ്പ് അടിക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ ഇത് കോൾ ലിങ്ക് അയച്ചു കൊടുക്കേണ്ടത് അവരുടെ കോണ്ടാക്റ്റ് സെലക്ട് ചെയ്ത് ഇതുപോലെ അയച്ചു കൊടുക്കാം. ഞാനിത് അയക്കുന്നില്ല. അവർക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് കോളിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.